തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണം 5 പേർക്ക് കടിയേറ്റു. നെടുമങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് സംഭവം. വിവരങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കേരളത്തിൽ ഇപ്പോൾ സ്ഥിരമാണ് തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്കാണ് ദിനംപ്രതി കടിയേൽക്കുന്നത്. ഇതുവരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കുന്ന നടപടികളൊന്നും ശാശ്വതമാകുന്നതുമില്ല. എന്താണ് നിലവിൽ കടിയേറ്റ ആൾക്കാരുടെ അവസ്ഥ? അവരുടെ ആരോഗ്യനില എങ്ങനെ തുടരുന്നു? ആശുപത്രിയിൽ ചികിത്സ തേടിയോ? അശ്വതി, 5 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റത്. 2 സ്കൂൾ വിദ്യാർത്ഥികളും ഒരു കോളേജ് വിദ്യാർത്ഥിയും 2 വീട്ടമ്മമാരും ഉൾപ്പെടെ 5 പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത്. നെടുമങ്ങാട് ആനാടിന് സമീപത്താണ്, പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ കടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂട്ടത്തോടെ തെരുവുനായകൾ ഇവരെ, അതായത് ഈ സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ ആക്രമിക്കുകയായിരുന്നു. വീട്ടമ്മയ്ക്കടക്കം, അതായത് 5 പേർക്ക് വീട്ടമ്മയ്ക്കടക്കമാണ് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും ഒരു കുട്ടിക്കും ഈ സ്ഥലത്ത് വെച്ച് തന്നെ, ഈ നിലവിൽ കടിയേറ്റ സ്ഥലത്ത് വെച്ച് തന്നെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഈ തെരുവുനായയുടെ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് ഒട്ടാകെ പെരുകുന്നൊരു സാഹചര്യമാണുള്ളത്. തലസ്ഥാന നഗരിയിലാണെങ്കിൽ നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ സ്ഥലത്തും തെരുവുനായ പെരുകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. നമുക്കറിയാം, ഈ പ്രതിരോധ വാക്സിൻ എടുക്കുന്നവർ പോലും മരണപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോഴാണ് വീണ്ടും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ അല്ലെങ്കിൽ തെരുവുനായയുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ, അതായത് തെരുവുനായയെ അവിടെ നിന്നും മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഇത്തരത്തിലൊരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി ഇത്തരത്തിലുള്ള തെരുവുനായകളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് ദിനംപ്രതി ഉണ്ടാകുന്നത്. അശ്വതി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും നടപടികളൊന്നും തുടരുന്നില്ല എന്നത് അല്പം ആശങ്കാജനകമായ കാര്യമാണ്.